ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ജിദ്ദയിലൂടെ കറക്കമെന്ന നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാം തുടരുകയാണ്. ഇന്ന് ജിദ്ദയിൽ നിന്നും സൗദി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയ സൗത്ത് ടെർമിനലിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരിക്കും ഈ വീഡിയോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് യാത്ര അനുഭവങ്ങളുള്ള ഒരുപാട് നല്ല ഈ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും വേണം. അപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സൗത്ത് ടെർമിനലാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ 3 ഫ്രണ്ട്സുകളോടൊപ്പമാണ് ഇന്ന് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദി അന്നന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അറബി രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് മറ്റേതൊരു രാജ്യത്തെയും കൊതിപ്പിക്കുന്ന രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയുടെ പണ്ടത്തെ പേര് വെറും അറേബ്യ എന്നായിരുന്നു. അതിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സൗദി അതിൻ്റെ അധികാരം വീണ്ടെടുത്തതിന് ശേഷം സ്വന്തം നിലക്ക് തന്നെ അതിൻ്റെ പേരിൽ മാറ്റം വരുത്തുകയും അതുപോലെ തന്നെ സൗദി അറേബ്യ എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും സൗദിയുടെ സമ്പദ്ഘടന ഒരു സാമ്പത്തിക വ്യവസ്ഥ വളരെ വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. കാരണം എണ്ണയുടെ കയറ്റുമതി കൂടുന്നതിനനുസരിച്ച് ഇവരുടെ വ്യാപാരം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ സമ്പദ് വ്യവസ്ഥ വികസിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഗൈസ്. സൗദി അറേബ്യയുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണ കയറ്റുമതി തന്നെയാണ്. തീർച്ചയായിട്ടും പെട്രോൾ ഇതര സാധനങ്ങളുടെ കയറ്റുമതി കൊണ്ട് തന്നെയാണ് അറബി രാജ്യങ്ങൾ പൂർവാധികം ശക്തിയോടെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നല്ല ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. സൗദി ഇന്ന് മറ്റേത് രാജ്യത്തെയും കൊതിപ്പിക്കുന്ന സമ്പദ്ഘടനയും അതുപോലെ തന്നെ മറ്റ് ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം അത്യാധുനിക സംവിധാനങ്ങളോട് തന്നെ അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന അറബി രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വലുപ്പത്തിൻ്റെ സ്ഥാനത്തിലും അതുപോലെ തന്നെ ജനസംഖ്യയുടെ സ്ഥാനത്തിലും ഇന്ന് അറബി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു രാജ്യവും അതുപോലെ തന്നെ വമ്പിച്ച മാറ്റങ്ങളോട് കൂടി പുതിയ തലമുറയിലെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അതുപോലെ തന്നെ അവരെ വെൽക്കം ചെയ്യാനും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുകയും അതുപോലെ തന്നെ അവരെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു അറബി രാജ്യങ്ങൾപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. ഇന്ന് ഏകദേശം എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ലൈസൻസ് ലഭിക്കുന്നുണ്ട്. പണ്ട് ഇവിടെ പെണ്ണുങ്ങൾക്കൊന്നും വണ്ടി ഓടിക്കാൻ സമ്മതം ഉണ്ടായിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സമ്പദ് വ്യവസ്ഥയിലും അതുപോലെ തന്നെ ഇവരുടെ നിയമങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റേ രാജ്യത്തെ പോലെ തന്നെ ടൂറിസ്റ്റ് ഒരു വ്യവസായ മാർഗമാക്കി മാറ്റാൻ സൗദി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിതിന് മനസ്സിലാക്കാം. നമ്മൾ പോകുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടാൽ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുക എന്നുള്ളൊരു സംവിധാനത്തിൽ തന്നെയാണ് പുതിയ എയർപോർട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് യാത്രക്കാരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇമിഗ്രേഷൻ കിട്ടുന്നത് വരെ അതുപോലെ തന്നെ ബോർഡിംഗ് കിട്ടുന്നത് വരെയൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് പ്രവേശിക്കാവുന്നതും അവരോടൊപ്പം സമയം ചിലവിടാവുന്നതും അതുപോലെ തന്നെ അവരുടെ ലഗേജുകളും കാര്യങ്ങളുമെല്ലാം അവിടെ കൊണ്ടുകൊടുത്ത് ബോഡി പാസ് വാങ്ങി അവിടെ കയറ്റി വിടുന്നത് വരെ നമുക്ക് അവരൊപ്പം തന്നെ നിൽക്കാവുന്നതാണ്. പൊതുജനങ്ങളുമായി ഒട്ടനവധി ഇടപഴകുക, അവരുടെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സൗദി ജിദ്ദയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഏകദേശം 1.5 കോടിയോളം ജനങ്ങളാണ് ജിദ്ദ എയർപോർട്ടിൽ വന്നിറങ്ങിപ്പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വർഷം അത് 3 കോടി കവിയുമെന്നാണ് കണക്കുകൾ അവർ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏകദേശം നമ്മൾ യാത്ര പുറപ്പെട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്ര പെട്ടെന്ന് കഴിയും. നമ്മുടെ ജിദ്ദയിൽ നിന്നും ഞങ്ങളെ
ഏകദേശം ബാഗ്ദാദിയിൽ നിന്നും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താവുന്നതാണ്. അവിടുന്ന് എല്ലാ ബോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ട്രെയിനിലാണ് അവരെ പഴയ വിമാന എയർപോർട്ടിൻ്റെ എല്ലാ റൺവേ പഴയതായാലും പുതിയതായാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ എയർപോർട്ടിൽ വരുന്ന ജനങ്ങളെയും പഴയ റൺവേയിലേക്ക് എത്തിക്കുന്നത് ട്രെയിൻ മാർഗ്ഗമാണ്. അതാ നിങ്ങൾ ഗൈസ് ഏകദേശം നമ്മൾ എന്താ പറയുക, ഈ എയർപോർട്ടിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ദീപ അലങ്കാരം എന്ന് പറയുന്നത് ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതാ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. എല്ലാം ദീപങ്ങളായി അലങ്കൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാണാനും കാഴ്ചക്കും അതുപോലെ തന്നെ വൃത്തിയിലും അതുപോലെ തന്നെ സൗകര്യത്തിലും അതുപോലെ തന്നെ ആധുനിക സജ്ജീകരണത്തിലും എല്ലാം വളരെ മികച്ച എയർപോർട്ടാണിത്. തീർച്ചയായിട്ടും ഒരേ സമയം ഒരു 25 ലക്ഷം ആൾക്കാർ വന്നിറങ്ങിയാൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു എയർപോർട്ടാണ് ഇന്ന് സൗദി നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്രയും വലിയൊരു എയർപോർട്ട് പെട്ടെന്ന് പണി കഴിച്ച് അതിനെ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിൽ അറബി രാജ്യം മുന്നിട്ട് നിൽക്കുന്ന രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഗൈസ് നമ്മുടെ വണ്ടി ഏകദേശം അതാ പാർക്കിങ്ങിൻ്റെ അല്ല നമ്മളെ എന്താ പറയുക ചെക്കിങ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഓരോ വണ്ടി മാത്രമാണ് അവർക്ക് അടുത്ത് വിടുക. അവർ ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ വണ്ടി നമുക്ക് കടന്നു പോകുന്നതാണ്. ഒക്കെ ഓട്ടോമാറ്റിക് ചെക്കിംഗ് ആണ് ഗൈസ്. അതിനുശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അവിടെ ഒരു മക്കീൻ ഉണ്ടാകും. അവിടുന്ന് നമ്മൾ കാർഡ് വഴി പെയ്ഡ് ചെയ്തതിന് ശേഷം ആ ബില്ലുമായിട്ട് പുറത്തിറങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് കാറിന് പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിർത്തിയിടാവുന്നതാണ്. പാർക്കിംഗ് ഫീസ് കൊടുത്താൽ മാത്രം മതി. ഇനി അതല്ല പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോകുന്ന വണ്ടിയാണെങ്കിൽ യാതൊരു ഫീസും തന്നെ ഇവിടെ ഈടാക്കുന്നതല്ല. ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വിമാനം പറന്നു വരുന്നത് ഒരു കാഴ്ച നമ്മുടെ വീഡിയോയിൽ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം നമ്മൾ ഗൈസ് ഇതാ വിമാനം നമുക്ക് തലക്ക് മുകളിൽ കൂടി ഇതാ പറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വിമാനം വന്നു പോയ മാതിരിയാണ്. തീർച്ചയായും നമ്മുടെ ഭാഗ്യം. നമുക്ക് വീഡിയോയിൽ തന്നെ വിമാനത്തിൻ്റെ പറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി സാധിച്ചു. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഗൈസ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കടക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ബൾബുകൾ ഇവിടെ പ്രകാശിക്കുന്നതായി നിങ്ങളെ കണ്ണുകൾക്ക് കാണാം. തീർച്ചയായിട്ടും ഉള്ളോട്ട് 1-2 മിനിറ്റുകൾ കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്കായി ഞാൻ തീർച്ചയായിട്ടും കഴിവിൻ്റെ പരമാവധി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. സോറി, ഞാനൊന്ന് ക്യാമറ ചേഞ്ച് ചെയ്താണ് ഗൈസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സൗദിയുടെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും നോക്കൂ ഗൈസ്, ഇതാണ് വലിയ എയർപോർട്ട്, സൗദി ഇൻ്റർനാഷണൽ എയർപോർട്ട് സൗത്ത് ടെർമിനൽ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്യാധുനിക സംവിധാനത്തോടു കൂടി സൗദി പണി കഴിപ്പിച്ച പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിലാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നതിൻ്റെ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി ഇതാ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ഒരുപാട് 10,000 വണ്ടി ഒരേ സമയത്ത് നിർത്തിടാനുള്ള സൗകര്യങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹായ് ഗൈസ്, ഇതാ നമ്മുടെ വണ്ടി അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. വാവ്, വിശാലമായ ഷോറൂം. തീർച്ചയായിട്ടും ഒരു 25,000 വണ്ടി വന്നാലും ഒരേ ടൈമിലൂടെ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണം ഇവിടെയുണ്ട് ഗൈസ്. അത്രയ്ക്കും വലിയ എയർപോർട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഓരോ വണ്ടി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ഒരു 5,000-10,000 കാറുകൾക്ക് നിർത്തിടാനുള്ള ഒരുപാട് സൗകര്യം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും 1000കണക്കിന് ഫ്ലൈറ്റുകൾ വന്നാൽ പോലും ഇവിടെ ഒരു ട്രാഫിക് ജാം ഇല്ലാത്തൊരു രീതിയിൽ നമുക്ക് വണ്ടിയെടുത്ത് പോകാനും നിർത്തിയിടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ
നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. തീർത്ത് ഫ്രീ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്ത് വണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് തന്നെ ഇതാ ഗൈസ്, അവിടെ നമുക്കൊരു സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ഷബി ബോസാണ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിസാർ ബോസും നിജാസ് ബോസും സൈഡിലുണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഇനിയും ട്രാവൽ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഒരുപാട് ട്രാവൽ അനുഭവങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. അതുപോലെ തന്നെ ഷെയർ ആൻഡ് കമൻറ്റ്. Please press the bell icon. Thanks for watching my videos.